പാട്ടൊക്കെ പാടി തുള്ളിച്ചാടി സന്തോഷത്തിൽ നമ്മൾ ഇന്ന് അൽത്തക്കിറ ബീച്ചിൽ പോവാണ്. അൽക്കോറിൽ നിന്ന് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഫാമിലിയൊക്കെ വന്നിട്ട് അവരെവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ കൊണ്ടുപോകണ്ടേ. ആ പേരും പറഞ്ഞ് ഡെയിലി കറക്കമാണ്, അല്ലെങ്കിൽ നമ്മൾ കറക്കത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ എമ്രുത പാട്ടൊക്കെ കേട്ട് അവന് ഡാൻസ് ഉമ്മ കളിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ അൽത്തക്കിറ ബീച്ചിലോട്ട് പോകുന്നു. അപ്പം ബീച്ചായത് കാരണം ഞാൻ ബീച്ച് വൈബ് ഡ്രസ്സൊക്കെയാണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ ഈ തൊപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാറ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 2 വർഷങ്ങൾക്ക് മുന്നേ ഇട്ടതാണ് കൈസ്. ടർക്കി പോകുന്ന നേരം മേടിച്ചതാണ്. അപ്പോൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹത്തിൽ മേടിച്ചിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് ശേഷം പിന്നെ ബീച്ചിലൊന്നും പോയിട്ടില്ല എന്ന്. പോയിട്ടുണ്ട്, പക്ഷേ എന്തോ ഈ തൊപ്പിയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നിട്ടില്ല. ഇപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ തൊപ്പി എടുക്കാം, കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ അൽത്തക്കിറ ബീച്ച് എത്തി. അപ്പോൾ പോകുന്ന വഴിക്ക് അതാ നല്ല ജമന്തി പൂവ്, മഞ്ഞയും ഓറഞ്ചും, പല ഭംഗി അല്ല പല കളറിലുള്ള നിറത്തിലുള്ള പൂക്കൾ. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഇതാ അൽത്തക്കിറ ബീച്ചിൽ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയത്. അടിപൊളി ബീച്ചാണ് കേട്ടോ. കാരണം ഇപ്പോൾ വിൻ്ററൊക്കെ ആയത് കാരണം നമുക്കിങ്ങനെ പുറത്തൊക്കെ പോയി ബീച്ചിലൊക്കെ പോയി ഇരിക്കാൻ നല്ല രസമാണല്ലോ. സമ്മറിലാണ് എല്ലാവരും ബീച്ചിൽ പോകുന്നതല്ലേ. ഞാൻ നേരെ തിരിച്ചാണ്, വിൻ്ററിലാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഏത് സമയത്താണെങ്കിലും പോവും. നമ്മൾ വിൻ്ററിലും സമ്മറിനൊന്നും നമുക്കില്ലല്ലോ. അവിടെ അടുത്തായത് കാരണം എല്ലാവരെയും കൊണ്ട് കാണിക്കണ്ടേ സ്ഥലങ്ങളൊക്കെ. അവരിപ്പോൾ ടൂറിസ്റ്റായിട്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് കുറേ നേരം നടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നടക്കാനൊക്കെ ആഗ്രഹമുള്ളവർ അൽത്തക്കിറ ബീച്ചിലൊക്കെ വന്ന് നടക്കാനൊക്കെ പൊക്കോ. പോയപ്പോൾ തന്നെ ഇതാ ഒരു പൂച്ച വരുന്നുണ്ട്. എമ്രോന് പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ്. പൂച്ച വിളിക്കുന്നത് നോക്കി നോക്കി ഇരിപ്പുണ്ട്. വല്ലതും കൊടുക്കുമെന്നും പറഞ്ഞ് വന്നതാണ്, നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടന്നു കേട്ടോ. നടക്കാൻ പറ്റിയ നമ്മളിങ്ങനെ ഡെയിലി എവിടെയെങ്കിലുമൊക്കെ നടക്കാനായിട്ടും പോകും കേട്ടോ. ഇങ്ങനെ കറങ്ങാൻ പോകുന്ന പേരിലാണെങ്കിലും നമുക്ക് കുറേയൊക്കെ നടക്കാമല്ലോ. ചുമ്മാ വീട്ടിൽ കയറി ഇരിക്കുന്ന എന്തിനാണ്, കുറച്ച് എക്സസൈസ് ആവട്ടെ. അങ്ങനെ എമ്മുടെയാണ് സ്റ്റോൺ ബെഞ്ച് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കണം കേട്ടോ, നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഉമ്മായും വാപ്പായും കൂടെ അവനെ കുറച്ച് നേരം അവിടെ പിടിച്ച് കളിപ്പിച്ചു. ഈ കല്ല് കാണാൻ നല്ല രസമുണ്ട്. ഈ കല്ല് കണ്ടപ്പം എനിക്ക് വേറൊരു സ്ഥലത്ത് യാത്ര ചെയ്തത് ഓർമ്മ വരുന്നു. ജോർജിയ കേട്ടോ. ജോർജിയ പോയപ്പം അവിടെ ഒരു ബീച്ചിൽ പോയപ്പോൾ, ജോർജിയാണോ ടർക്കി, അല്ലല്ല ജോർജിയയിലല്ല, ടർക്കിയിൽ തന്നെ കേട്ടോ. ടർക്കിയിലാണോ ജോർജിയാണോ ഒന്നും ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ലല്ലോ. 2 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അല്ലെങ്കിൽ വേണ്ട, ഒരു ബീച്ചിൽ പോയപ്പോൾ ഇതുപോലെ നല്ല കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെബിൾസ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ മറവി തീരെ ഇല്ലാത്തതുകൊണ്ട് ഏതാണെന്നങ്ങ് ഓർത്ത് പറയാനും പറ്റുന്നില്ല. എല്ലാം അടിച്ചു പോയി കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ അതോ ഒരു ബീച്ച്, ആ ബീച്ചിൽ ഇങ്ങനെ കല്ലൊക്കെ ഉണ്ടായിരുന്ന എനിക്ക് ഓർമ്മ വന്നു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മളിതാ തൊപ്പിയാണെങ്കിൽ ഉടുക്കത്ത് ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു, അതുകൊണ്ട് തലയിൽ നിൽക്കുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് വെച്ചൊക്കെയാണ് ഞാൻ കുറേ ഫോട്ടോയൊക്കെ എടുത്തത്. എമ്മുറാണെങ്കിൽ ഇന്നത്തെ ദിവസമേ അലുമ്പായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഉമ്മായും വാപ്പായും എല്ലാവരും ഒക്കെ ഇവിടെ ഉള്ളത് കാരണം പിന്നെ കുറച്ചും കൂടെ കൂടുതലാണ് അലുമ്പ് കാണിക്കൽ. ഉമ്മായും മോനിവിടെ എന്തോ വന്ന് ബഹളം. എമ്മുറുള്ളതുകൊണ്ട് അങ്ങനെ സമയമൊക്കെ പോകുന്നു. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഖത്തറിൽ വന്നിട്ട് കാക്ക ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കാക്ക ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ കാക്കയെ കണ്ടില്ലെന്ന് വേണ്ട. പിന്നെ ഇവിടെ കുറച്ച് ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്. ഇത് അൽമീറയുടെ ആണ്. അപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ വഴിയിലായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ വെള്ളം ഓൾറെഡി കൊണ്ടുവരും, എന്നാലും നമ്മൾ എടുത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പോൾ ഇറങ്ങി വന്നപ്പോൾ വെള്ളം എടുക്കാൻ മറന്നുപോയി. അപ്പം നടന്നപ്പം വെള്ളം തയ്ച്ചപ്പോൾ അവിടെ നിന്ന് എടുത്തു. ഡ്രിങ്കിങ് വാട്ടർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മേ ബി അവിടുത്തെ താമസക്കാർ വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ എന്നെ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ തൊപ്പിയൊക്കെ പിടിച്ച് വലിച്ച് പൊട്ടിച്ച്. പിന്നെ ഞാൻ കുറച്ച് നേരം അവൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഈ ബിസി ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുകയല്ലേ. അപ്പം കുറച്ച് നേരമൊക്കെ ഇതുപോലെ ഫാമിലിയായിട്ടൊക്കെ ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക കേട്ടോ. അതിനായിട്ട് ഇങ്ങനെ ഡെയിലി ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ വർക്ക് ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഫാമിലിയായിട്ട് ഇതുപോലെ ഔട്ടിങ്ങൊക്കെ പോവാം. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പം അതൊരു സന്തോഷമാണല്ലോ. കണ്ടോ, ഇത് കണ്ടോ, കുറച്ച് ഡ്രിങ്കിങ് വാട്ടർ വെച്ചിരിക്കുന്നത് നമുക്കെടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. പാർക്കെന്ന് പറയാൻ പാർക്കല്ല, സോറി, പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ, കിഡ്സിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവനെ പറ്റി ഒരു ഊഞ്ഞാലേ ഉള്ളൂ. ഈ ഊഞ്ഞാലിലാണ് കഴിഞ്ഞ തവണ വന്നപ്പോഴും അവനെ ഇരുത്തി കുറച്ച് നേരം കളിപ്പിച്ചത്. ഇഷ്ടമാണ് ഈ ഊഞ്ഞാലിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവനെ ഇതിൽ കളിപ്പിച്ചു. എന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത്. ഫാമിലിയോടൊക്കെ ഇതുപോലെ സന്തോഷമായിട്ട് ഇരിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തല്ലേ. അപ്പോൾ കുറച്ചൊക്കെ സമയമൊക്കെ കണ്ടെത്തി എല്ലാവരും ഹാപ്പി ആയിട്ട് ഫാമിലിയായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഞാൻ വേഗം വരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.